കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു യൂണിവേഴ്സിറ്റി പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഖൽസ യൂണിവേഴ്സിറ്റി അമൃത്സറിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ നമ്മളവിടെ പ്രൊഫസറാണെന്ന് തോന്നുന്നു ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല പ്രായമുള്ള ഒരാളാണ്. അയാൾ നമ്മളത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോളേജ് പണിതത് 1810-ലാണ്. അത്രയും കാലം മുന്നെയാണ്. അപ്പം ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഒരു കോളേജ് എന്നുള്ള രീതിയിൽ പണിത ആദ്യത്തെ ഇന്ത്യയിലെ കോളേജാണ് ഖൽസ യൂണിവേഴ്സിറ്റി. അടിപൊളി കോളേജാണ്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്. ഇനി നമ്മൾ നിന്നുപോകും, എല്ലായിടത്തും മറ്റേ ഫ്രെയിമാണ് ഫോട്ടോ എടുക്കാൻ പറ്റുക. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമ്മളെ മൈസൂർ പാലസ് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും നമ്മളവിടെ മീഡിയ മേളയ്ക്ക് പോയി. നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 4 പേര്. നമ്മൾ ആഡ്മാഡിനാണ് കേട്ടോ ചേർന്നത്. 8 നിലയിലാണ് പൊട്ടിയത്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അഭിനയിച്ച് ചള്ളവാക്കി എന്ന് തന്നെ പറയാം. ജഡ്ജസ് എങ്ങനെയോ ഒരു 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യത്തിന്. നമ്മളെ അടിച്ച് പുറത്താക്കിയില്ലെന്നേ ഉള്ളൂ. വേറെ പുറത്തുനിന്ന് വരുന്നതല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക്. അങ്ങനെ നമ്മൾ ആ ഒരു അഭിനയിച്ച ചളവാക്കിയ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് ചിരിച്ച് ചത്ത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചിരിച്ചിരിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, എൻ്റെ തല നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത്. ഈ ഒരു പ്രാവുകൾ ഇങ്ങനെ ഒന്ന് പറക്കുമായിരുന്നു, നല്ല അടിപൊളി. ഞാൻ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ അകത്താണ്. അതായത് ഇങ്ങനെ പിള്ളേർ അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങ് ഫോട്ടോ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൊത്തം സമയം കളഞ്ഞ്. പിന്നെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. സമയമില്ലാത്ത സമയത്താണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഓരോരുത്തരാണ് വാഷ്റൂമിൽ പോകുന്നത്. അതാണ് പ്രശ്നം. ഇങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാഷ്റൂമിൽ നിന്ന് വന്നത്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ആ കുട്ടീനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സഹിച്ച് അവിടെ നിന്ന് കേട്ടോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തല നല്ല രീതിയിൽ പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അമൃത്സറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് അമൃത്സറി കുൽച്ച. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് ഒരു കോഫി മാത്രമാണ് കേട്ടോ കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി ജലന്ധറിലെത്തിയപ്പോൾ തിരിച്ച് കോളേജിലേക്ക് പോകാനുള്ള ബസ്സൊന്നും ഇല്ലായിരുന്നു. ഒരു 10:30 സമയമായപ്പോഴാണ് നമ്മൾ ജലന്ധറിലെത്തിയത്. അവസാനം ഒരു ബസ്സുകാരൻ നമുക്ക് വേണ്ടി ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. ശരി, ബൈ.